നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ കോൺഗ്രസിന്റെ തമ്മിൽ തല്ലിന്റെ പേരിലാണ് കീർത്തി കേട്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം വേണമെന്നാണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി വരുതിയിൽ നിർത്താനുള്ള ഈ ശ്രമത്തിൽ UDFിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ ഇപ്പോൾ അതൃപ്തരാണ്. മുന്നണിയിൽ കയറുന്നതിന് മുൻപ് തലവേദന സൃഷ്ടിക്കുന്ന അൻവറിനെ മുന്നണിയിൽ കയറ്റിയാൽ അത് വലിയ തലവേദനകൾക്ക് കാരണമാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ കാര്യത്തിൽ കരുതലോടെയാകും കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുക. ബുധനാഴ്ച തിരുവനന്തപുരത്ത് അൻവറുമായി നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോടൊപ്പം രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. രാവിലെ 10-ന് കന്റോൺമെന്റ് ഹൗസിലായിരിക്കും ചർച്ച നടക്കുക. അൻവറിനെ മുന്നണിയിൽ എടുക്കാമെങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ UDFിന്റെ ഭാഗമാക്കാനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന തൃണമൂലുമായുള്ള ബന്ധം ദേശീയ നേതൃത്വം ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണം. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയെന്നാണ് വിവരം. ഇതോടെ തൃണമൂലുമായി UDFിലേക്ക് എത്താമെന്ന അൻവറിന്റെ മോഹം അടഞ്ഞ മട്ടാണ്. പകരം പുതിയ കേരള പാർട്ടി ഉണ്ടാക്കി വന്നാൽ പ്രവേശനം ഉറപ്പു നൽകാമെന്ന ഫോർമുല മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസിന് കൂടുതൽ താല്പര്യം അൻവർ പാർട്ടിക്കകത്ത് കയറാതെ പുറത്തുനിന്ന് തന്നെ പിന്തുണ നൽകുന്നതിനാണ്. അതിന് മറ്റൊരു ഗുണവും കോൺഗ്രസും UDFും ഘടകകക്ഷികളും കാണുന്നുണ്ട്. അൻവർ ഭാവിയിൽ എന്തെങ്കിലും തലവേദനകൾ സൃഷ്ടിച്ചാൽ എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയും. പാർട്ടിക്ക് അകത്ത് അൻവറിനെ നിർത്തിയാൽ ഇത് സാധ്യമാവില്ല. നിരപരാധിക പിന്തുണയ്ക്ക് പകരമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് കൂടി താല്പര്യമുള്ള തവനൂർ, പട്ടാമ്പി സീറ്റുകളിൽ ചില ഉറപ്പുകൾ നൽകാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ്. സതീശനും ചെന്നിത്തലയും നടത്തുന്ന ചർച്ചയിൽ കോൺഗ്രസ് ഫോർമുല മുന്നോട്ട് വയ്ക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിലെ വിജയസാധ്യതയുള്ള സീറ്റ് അടക്കം വാഗ്ദാനം ചെയ്ത് അൻവറിനെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ ഘടകകക്ഷിയാക്കാമെന്ന ആവശ്യത്തിൽ അൻവർ ഉറച്ചു നിന്നാൽ അത് കോൺഗ്രസിന് പുതിയ വെല്ലുവിളിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുമുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിലമ്പൂരിലെ വിജയം UDFിനും അൻവറിനും ഒരുപോലെ നിർണായകമായതിനാൽ അദ്ദേഹം വഴങ്ങുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് നേതൃത്വം കൈവിടുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലുമായി മുന്നണിക്ക് പുറത്തുള്ള നീക്കുപോക്കിന് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം അൻവറിന് ഒറ്റയ്ക്ക് UDFിലേക്ക് പോകാൻ കഴിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ KT അബ്ദുൾ റഹ്മാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെടണ്ട എന്ന മട്ടാണ് അവർക്കും. തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്നതാണ് രാഷ്ട്രീയ തീരുമാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച 23-നാണ് നടക്കുക. ഇതിനുശേഷം മുന്നണി പ്രവേശനം ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും നിലവിൽ വന്നു. 50,000-ത്തിലധികം മെമ്പർഷിപ്പുകൾ രൂപീകരിച്ചു കഴിഞ്ഞുവെന്നും എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ശേഷിയുണ്ട് എന്നുമാണ് അബ്ദുൾ റഹ്മാൻ പറയുന്നത്. ദേശീയ തലത്തിൽ TMC ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും മമതയുമായോ പാർട്ടിയുമായോ കോൺഗ്രസ് നല്ല ബന്ധത്തിലല്ല. വിവിധ വിഷയങ്ങളിൽ മമതാ ബാനർജി ഗാന്ധി കുടുംബത്തിന്റെ കടുത്ത വിമർശകരായാണ് പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത്. കോൺഗ്രസിനൊപ്പം സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവ് ലോക്സഭാ പോരിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ച് തൃണമൂൽ രംഗത്ത് വന്നതും ഇരുപക്ഷികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. തരം കിട്ടുമ്പോഴെല്ലാം കടന്നാക്രമിക്കുന്ന തൃണമൂലുമായി കേരളത്തിൽ ഒന്നിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനവും. ത്രിപുരയിലും മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മമത നിരവധി കോൺഗ്രസ് MLA-മാരെ കൂറുമാറ്റിയിട്ടുണ്ട്. അവർ കേരളത്തിലൊന്നുമല്ല. അവരെ UDFിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അൻവറിന്റെ മുന്നിൽ അവശേഷിക്കുന്നത് ഒന്നുകിൽ അൻവർ മാണി C കാപ്പൻ നയിക്കുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടി പോലെ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനകം UDFിന്റെ ഭാഗമായ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുക എന്നിങ്ങനെയുള്ള രണ്ടു കാര്യങ്ങളാണ്. UDFിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവർ ഇടപെടുന്നതിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളും തങ്ങളുടെ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ UDFിന്റെ മുഖം മോശമാക്കുന്ന നടപടിയാണ് അൻവറിന്റേതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തലും.